നിങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. സിനിമാ തിയേറ്ററിൽ സിനിമ കാണാൻ വരുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ ഏറ്റവും പുതിയ നിലപാട് ഇതാണ്. ഈ വിഭാഗത്തിൽ പെടുന്നത് സിനിമാ തിയേറ്ററിൽ ഇരുന്ന് ഫോൺ ചെയ്യുന്നവർ, മെസ്സേജ് നോക്കുന്നവർ, കരയുന്ന കുട്ടികളെ കൊണ്ടുവരുന്നവർ, കുട്ടികൾ കരയാതിരിക്കാൻ മൊബൈലിൽ പാട്ട് വെച്ച് കൊടുക്കുന്നവർ, ഇനി സിനിമ തുടങ്ങി അവസാനിക്കുന്നവരെ ഉറക്കെ സംസാരിക്കുന്നവർ, തുടർച്ചയായിട്ട് ഭക്ഷണം കഴിക്കുന്നവർ, ഈ ഒരു ആൾക്കാരെല്ലാം ഈ ഒരു വിഭാഗത്തിൽ പെടും. പണ്ട് ഇവർ മൈനോറിറ്റി ആയിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തിയേറ്ററിൽ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വീഡിയോയും പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ പലരും ഇതിനെ അനുകൂലിച്ചൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതാണ് മെജോറിറ്റി. ഇങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ. ഇപ്പോൾ അവരുടെ നിലപാട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നത്, സോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല, ഇതൊരു പബ്ലിക് പ്ലേസാണ് എന്നാണ്. ശരിയാണ്, ഇതൊരു പബ്ലിക് പ്ലേസാണ്. പക്ഷേ സിനിമ ആസ്വദിക്കാൻ വരുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ് എന്ന കാര്യം സത്യം തന്നെയാണ്. പക്ഷേ ആൾക്കാർ നന്നാവും എന്ന് കരുതി നമ്മൾ കാത്തിരുന്നാൽ നമുക്കൊരിക്കലും ഇനി തിയേറ്ററിലിരുന്ന് സിനിമ ആസ്വദിച്ച് കാണാൻ പറ്റില്ല. സോ ആളുകൾ മാറാൻ പോകുന്നില്ല, ആളുകൾ ഇങ്ങനെയായിരിക്കും. സോ അതിനനുസരിച്ച് തിയേറ്ററുകൾ മാറണം. തിയേറ്ററുകളെ എങ്ങനെ മാറ്റണം എന്നുള്ളതിനാണ് എൻ്റെ ചില സജഷൻസ് ഞാൻ പറയാം. നമ്മളിപ്പോൾ സിനിമ തിയേറ്ററിനെ ഡിവൈഡ് ചെയ്യുന്നത് സ്ക്രീനിൽ നിന്നുള്ള അകലം അനുസരിച്ചാണ്. അതിനനുസരിച്ച് ഓരോ ടിക്കറ്റ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ആ ടിക്കറ്റ് പ്രൈസിനുള്ള ടിക്കറ്റ് എടുക്കുന്നവർക്ക് അവിടെ പോയിരുന്ന് സിനിമ കാണാം. പക്ഷേ ഇങ്ങനെ കാണുമ്പോഴാണ് പലതരം ആളുകൾ മിക്സ് ആയിട്ടിരിക്കുന്നതും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും. സോ നമ്മൾ സിനിമ തിയേറ്ററിനെ പല സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇതിലാദ്യം വേണ്ടത് തിയേറ്ററിൻ്റെ ഏറ്റവും പിന്നിലുള്ള 2 റോ മൊബൈൽ യൂസ് ചെയ്യാനുള്ള ആൾക്കാർക്ക് വേണ്ടി കൊടുക്കുക. സോ ടിക്കറ്റ് എടുക്കുമ്പോൾ ആ ഒരു 2 റോ തന്നെ ഈ സിനിമയുടെ ഇടയിൽ മൊബൈൽ യൂസ് ചെയ്യും എന്നുള്ള ആൾക്കാർ തിരഞ്ഞെടുക്കുക. നമുക്കെപ്പോഴും നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരാൾ ഈ ഫോൺ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഡിസ്റ്റർബൻസ്. പിന്നിലിരിക്കുമ്പോൾ ഒരാൾ ഫോണ് തുറന്ന് നോക്കുകയാണെങ്കിൽ ആ ലൈറ്റ് നമ്മളെ ബാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഫോൺ നോക്കുന്നവരെ ഏറ്റവും പിന്നിലേക്ക് മാറ്റുക. അപ്പോൾ ഒരു 2 റോയിൽ ഈ ഫോൺ യൂസ് ചെയ്യുന്നവരിയ്ക്കുകയാണെങ്കിൽ അവരെ മുന്നിലിരിക്കുന്ന ആൾ ഫോൺ നോക്കിയാൽ അവർക്ക് പ്രശ്നമില്ല, കാരണം അവരും ഫോൺ നോക്കിയിരിക്കുകയാണ്. സോ അവരെ ആ ഒരു ഭാഗത്തേക്ക് ഒതുക്കുന്നു. ഇനി അടുത്ത കാറ്റഗറി ചെറിയ കുട്ടികളെയും കൊണ്ട് വരുന്നവരാണ്. ഇവരെ കൊണ്ടുള്ള പ്രശ്നം ഇവരെ കുട്ടികളുടെ ശബ്ദവും കുട്ടികളുടെ കരച്ചിലും, കുട്ടികൾ കരയാതിരിക്കാനായിട്ട് ഇവർ വെച്ച് കൊടുക്കുന്ന വീഡിയോയുടെ ശബ്ദമൊക്കെയാണ്. അപ്പോൾ ഇവരെ നമ്മൾ വേറൊരു സെക്ഷനിൽ ഇരുത്തണം. അവിടെ നിന്നുള്ള ശബ്ദം പുറത്തു വരരുത്, കാരണം ആ ശബ്ദമാണ് നമുക്ക് ഡിസ്റ്റർബൻസ്. അപ്പോൾ ഈ ഒരു കാറ്റഗറി ഫാമിലി ആയിട്ട് കുട്ടികളെയും കൊണ്ട് വരുന്നവരെ വേറൊരു സ്ഥലത്ത് തന്നെ ഇരുത്തുക. ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടില്ല, ചില ബോക്സിനുള്ളിൽ, അതിൻ്റെ ഫ്രണ്ടിൽ മൊത്തം ഗ്ലാസ് ആയിരിക്കും, ആ ഒരു ബോക്സിനുള്ളിൽ ഇരുന്ന ആൾക്കാർ സിനിമ കാണുന്ന ചില തിയേറ്ററുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ ഇതുപോലൊരു ഗ്ലാസിൻ്റെ ഒരു ബോക്സിനുള്ളിലാക്കുക. അവിടെ അവരായി, അവരുടെ കുട്ടികളായി, കുട്ടികളുടെ വീഡിയോ ആയി, അവർ അവിടെ എൻജോയ് ചെയ്ത് അങ്ങനെ ഇരുന്ന് സിനിമ കണ്ടോട്ടെ. ഇനി അടുത്ത കാറ്റഗറി തിയേറ്ററിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്. ഈ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള പ്രശ്നം ഇതിൻ്റെ സ്മെല്ലും പിന്നെ ഇതിങ്ങനെ ചവച്ചരയ്ക്കുന്ന ശബ്ദമൊക്കെയാണ്. ഇപ്പോൾ കാന്താര പോലെ, KGF പോലെ ആദ്യം തൊട്ട് അവസാനം വരെ ഇങ്ങനെ സൗണ്ട് ട്രാക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണെങ്കിൽ ഇതൊന്നും നമ്മൾ ബാധിക്കില്ല. പക്ഷേ ചില സിനിമകൾ സൈലൻസിനൊക്കെ പ്രാധാന്യമുള്ള സിനിമകൾ വരുമ്പോൾ അതിനിടയിൽ ഈ കർമുറു ശബ്ദമൊക്കെ ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം, ഇവരെ വേറൊരു ബോക്സിനകത്താക്കുക. അവിടെ നിന്നുള്ള ശബ്ദം പുറത്തു വരരുത്, അതേപോലെ മണവും പുറത്തു വരരുത്. ഇനി ഉറക്കെ സംസാരിക്കണം, പരസ്പരം കൂട്ടുകാരോട് ചർച്ച ചെയ്യണം. ഇപ്പോൾ ത്രില്ലറൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് സിനിമ കാണുന്ന ആൾക്കാരുണ്ട്. അവർ നമ്മുടെ അടുത്തിരുന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്കിത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യാൻ താല്പര്യമുള്ളവരെ ഇതേപോലെ ശബ്ദം പുറത്തു വരാത്ത വേറൊരു ബോക്സിനകത്തും കൂടെ ആക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ സ്ഥലങ്ങൾ കിട്ടും. അവർക്ക് അവരിഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ സിനിമ ആസ്വദിക്കാനും പറ്റും. സോ അങ്ങനെ അവരെയും കൂടെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സ്പേസ് കിട്ടും. ആ ഒരു സ്പേസാണ് സിനിമ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ്, വിഷ്വൽ ആൻഡ് സൗണ്ട് എക്സ്പീരിയൻസ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരുന്നവർക്കുള്ള കാറ്റഗറി. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇതേപോലെ ഫോൺ യൂസ് ചെയ്യില്ല, നമ്മളിടയ്ക്ക് ഫുഡ് മേടിച്ച് ഇതിന് നിൽക്കില്ല, നമ്മൾ പരസ്പരം ഉറക്കെ വർത്താനം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുട്ടികളില്ല എന്നൊക്കെയുള്ള ആൾക്കാർ ഈ ഒരു ഭാഗത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ അവർക്ക് അവിടെ ഇരുന്ന് സമാധാനമായിട്ട് സിനിമ കാണാം. ബാക്കിയുള്ളവർക്ക് ഈ രീതിയിൽ തന്നെ സിനിമ കാണാൻ പറ്റും. സോ ഇത് ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല, ഇത് സീരിയസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇനി മാറാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ സിനിമയ്ക്ക് പോകുമ്പോൾ ഇതേപോലെ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഉള്ള പേടി, നമ്മുടെ അടുത്ത് ആര് വന്നിരിക്കും, കുട്ടികളെയും കൊണ്ടുള്ളവർ നമ്മുടെ ചുറ്റുവട്ടത്ത് വരുമോ, എത്തരത്തിലുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ പിന്നിലിരിക്കുന്നത് അല്ലെങ്കിൽ മുന്നിലിരിക്കുന്നത്, ഇതൊക്കെ പേടിച്ചിട്ടാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പേടിയോടുകൂടി തിയേറ്ററിൽ പോകുന്ന കുറേ ആൾക്കാരെങ്കിലും ഇത്തരം സ്വഭാവങ്ങൾ കാരണം തിയേറ്ററിലേക്ക് പോകേണ്ട, ഇനി OTT കാണാമെന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ തിയേറ്ററുകൾക്ക് തന്നെയാണ് നഷ്ടം. അപ്പോൾ തിയേറ്റർ അസോസിയേഷൻ ഇരുന്ന് ഒന്ന് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും. നമുക്ക് ഇതേപോലൊരു സെറ്റപ്പ് തിയേറ്ററുകളിൽ കൊണ്ടുവരുന്നതിൻ്റെ പ്രായോഗികത നിങ്ങളൊന്ന് ചർച്ച ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എന്നിട്ട് അങ്ങനെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാത്തരം ആൾക്കാരെയും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിനിരുന്ന് സിനിമ കാണാനും പറ്റും. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇത് പരമാവധി ഷെയർ ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തട്ടെ. എന്നിട്ട് ഇതിനനുസരിച്ച് തിയേറ്ററുകൾ മാറ്റം വരുത്തുകയാണെങ്കിൽ നമുക്ക് തന്നെയല്ല അതിൻ്റെ ഗുണം കിട്ടുന്നത്. വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.